അരിയും ഉഴുന്നും മുത്താറിയും കൂടി ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണിത്. ഇതുകൊണ്ടാണ് ഇഡ്ഡലിയും ദോശയും ചില സമയങ്ങളിലൊക്കെ ഞാനിവിടെ ശരിയാക്കുക. ചില സമയങ്ങളല്ല, മിക്കപ്പോഴും. കാരണം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഡയബറ്റിക്കിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പച്ചരി ഉഴുന്നും മാത്രം ശരിയാക്കില്ലല്ലോ. നമുക്ക് അരി ഉഴുന്നൊന്നും വെള്ളത്തിലിട്ട് കുതിർത്ത് കാത്തിരിക്കേണ്ട സമയമില്ല. ഇങ്ങനെ ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ദോശയ്ക്കെടുത്ത് കലക്കി വെച്ചിരിക്കാം. ഇതുകൊണ്ട് ഇഡ്ഡലിയാക്കാം, ദോശയാക്കാം. നല്ല മൃദുവായ ദോശയും ഇഡ്ഡലിയും ശരിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് എന്തോരം പൊടിയാണോ വേണ്ടത് അത്രയും പൊടിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. അവൽ പൊടിച്ചതിൻ്റെ പൊടി ഇടുക. ചോറ് അരയ്ക്കുന്നതിന് പകരമാണ് ഈ അവൽ പൊടിച്ചതിടുന്നത്. ഒരു 1/4 സ്പൂണിലും കുറച്ച് ഉലുവയുടെ പൊടി ഇടുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കിത് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്ത് വെച്ചിരുന്നാൽ മതി. നമ്മുടെ ദോശയും ഇഡ്ഡലിയൊക്കെ നമുക്ക് വേഗം ശരിയാക്കാൻ പറ്റും. 6 അല്ലെങ്കിൽ 8 മണിക്കൂർ ആ സമയം കൊണ്ട്, സാധാരണ നമ്മൾ എങ്ങനെയാണ് അരിയും ഉഴുന്നുമൊക്കെ അരച്ചൊക്കെ അത്ര സമയം കൊണ്ട് തന്നെ ഇത് പൊന്തി വരും. ചിലപ്പോൾ റൂം ടെമ്പറേച്ചറൊക്കെ ഇച്ചിരി കൂടുതലാണെങ്കിൽ അതിലും നേരത്തെ പൊന്തി വരും. വളരെ വേഗം നമുക്ക് ശരിയാക്കാൻ പറ്റും. നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തു വെച്ചിരുന്നത്. ഇപ്പം വീടുകളിൽ ഡയബറ്റീസിൻ്റെ ഒക്കെ അസുഖമില്ലാത്ത ആൾക്കാർ കുറവല്ലേ. അപ്പോൾ നമ്മൾ ഈ പച്ചരി തന്നെ ഇട്ട് ശരിയാക്കി കൊടുക്കുന്നതിനേക്കാളും നല്ലത് കൂടുതൽ ഫൈബർ കണ്ടൻറ്റുള്ള ഇതേ രീതിയിലുള്ള ദോശയും ഇഡ്ഡലിയും ശരിയാക്കി കൊടുത്താൽ നല്ല ആരോഗ്യവും ഉണ്ടാകും. എല്ലാവർക്കും ഇത് കഴിക്കാനും പറ്റും. ഇതിനകത്തിൽ എല്ലാ പോഷക ഗുണങ്ങളും അടങ്ങിയതാണ്. ഈ അയൺ കണ്ടൻറ്റും മഗ്നീഷ്യവും കാൽസ്യവും എല്ലാം ഈ കൂരകിലുണ്ട്. ഇതിപ്പോൾ ലംസൊന്നും ഇല്ലാതെയാണ് നമ്മൾ കലക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മിക്സിയിലിട്ട് ഇങ്ങനെ നടിച്ചു വെക്കേണ്ട കാര്യം വരുന്നില്ല. ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. ഇത് ഞാനിങ്ങനെ ഒന്ന് കറക്കുമ്പോൾ സൗണ്ട് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ട് കറക്കിയത്. എന്നിട്ട് നമ്മൾ ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് ഇങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ മതി. ഇനി ഇതിലൊന്നും ചെയ്യണ്ട. ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ട് പൊന്തി വരും. ഒരു 6-8 മണിക്കൂർ കഴിയുമ്പോൾ ഇത് പൊങ്ങുന്ന ഉടനെ ഞാൻ കാണിച്ചു തരാം. എവിടെയെങ്കിലും യാത്ര ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെപ്പോഴും ആൾക്കാരുണ്ട്, എന്തെങ്കിലും അസുഖമുള്ളവരുണ്ട്, അവർക്ക് എല്ലാ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് അവർക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പം വരാത്ത രീതിയിൽ ശരിയാക്കി വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇങ്ങനെ പൊടികൾ ശരിയാക്കി വയ്ക്കുക എന്നുള്ളത്. ശരിക്കും ഇതെൻ്റെ ഒരു ആദ്യ പരീക്ഷണമായിരുന്നു. ഇത് ശരിയാകുമോ ഇല്ലെന്ന് എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒരു ഐഡിയ വെച്ചിട്ട് ഒരു ക്വാണ്ടിറ്റിയുടെ എത്ര ചേർത്താൽ ഇത് ശരിയായി വരും എന്നൊരു ഐഡിയ എൻ്റെ മനസ്സിൽ കൊടുത്തിട്ട് ഞാൻ ചെയ്തൊരു കാര്യമായിരുന്നു. പക്ഷേ അത് വളരെ സക്സസ്ഫുള്ളായി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ കലക്കി വെച്ചിട്ടിപ്പോൾ 8 മണിക്കൂറായി. എൻ്റെ റൂമിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഈ 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കലക്കി വെച്ച മാവ് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. ഇത് പുളിച്ചു പോയിട്ടൊന്നുമില്ല, കറക്റ്റാണ്. ഈ പാത്രത്തിന് ഭാഗം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ചോറരച്ചിട്ടില്ല. ഇതിന് നമ്മൾ ചോറരയ്ക്കുന്നതിന് പകരം കുറച്ച് അവൽ പൊടിച്ച പൊടി മാത്രമാണ് ഇതിന് ചേർത്തത്. ഇത് നോക്ക്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് അരി ഉഴുന്നും അരയ്ക്കാതെ തന്നെ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ നമുക്ക് ദോശയും ഇഡ്ഡലിയും നല്ല മൃദുവായിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന്. ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി ശരിയാക്കാം. അപ്പോൾ ഇഡ്ഡലി ശരിയാക്കാനായി കുറച്ച് മാവ് നമുക്ക് ഇതിലേക്ക് പകരാം. കാരണം ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. അതിലേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും അല്പം ഇഞ്ചിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഈ ഗ്യാസിൻ്റെ പ്രശ്നം എന്തെങ്കിലും വരുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഒരല്പം ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ഇതിങ്ങനെ ചുട്ടെടുത്താൽ വയറിന് നല്ല സുഖമായിരിക്കും, നല്ല ദഹനവും കിട്ടും. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു. അത് തിളയ്ക്കാൻ തുടങ്ങി. ഈ പാത്രത്തിൽ ഞാൻ എണ്ണ പുരട്ടി ഓൾറെഡി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ആ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ഈ ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അടുത്ത സ്റ്റെപ്പും കൂടി വെച്ച് കൊടുക്കാം. നമ്മൾ ഈ എടുത്ത മാവ് കറക്റ്റായിരുന്നു. ഇനി ഇതിവിടെ ഇരുന്ന് ഈ സ്റ്റീമിൽ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ ഇഡ്ഡലി ശരിയായിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അരിയും ഉഴുന്നും കൂരകിൻ്റെ പൊടിയും കൂടെ ഒരുമിച്ച് പൊടിച്ച് വെച്ചിരുന്ന പൊടി കൊണ്ട് ചെയ്ത ഇഡ്ഡലിയാണ് ഇത്. ഞാൻ ദോശയുടെ പരുവത്തിനായിരുന്നു കലക്കിയെടുത്തിരുന്നത്. എന്നിട്ടും അത് ഇഡ്ഡലി ശരിയാക്കിയപ്പോഴും വലിയ കുഴപ്പമില്ലാതെ ആയി. ഇഡ്ഡലിക്കെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കട്ടിക്കെടുക്കണമല്ലോ. ഞാൻ ദോശയുടെ പരുവത്തിനായിരുന്നു അത് കലക്കി വെച്ചിരുന്നത്. പക്ഷേ നല്ല സോഫ്റ്റായ ഇഡ്ഡലി ശരിയായിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റുമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. നമ്മൾ സാധാരണ ഇതിങ്ങനെ മുറിഞ്ഞ് വരുമ്പോൾ തന്നെ ഉണ്ട് നല്ല പഞ്ഞ് പോലെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കും ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പൊടിയാക്കി വെച്ചിട്ട് നമുക്ക് എത്ര ഒരു 3-4 മാസത്തേക്കുള്ള പൊടി നമുക്ക് ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഞാനൊരു ട്രാവൽ ചെയ്യേണ്ട സമയത്ത് ചെയ്ത് നോക്കിയതാണ്. അത് ഭയങ്കരമായിട്ട് സക്സസ് ആവുകയും ചെയ്തു. ഇപ്പം ഞാൻ അരി ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാറില്ല. ഇത് തന്നെയാണ് ഞാൻ ഈ ദോശയ്ക്കും ഇഡലിക്കും എല്ലാം എടുക്കുന്നത്. ഇപ്പം നമുക്ക് കനം കുറച്ച് ദോശയാക്കാം, കനം കൂട്ടി വേണമെങ്കിൽ ദോശയാക്കാം. കനം കുറച്ച് ദോശയാക്കുമ്പോൾ നമ്മളൊരല്പം നെയ്യോ ബട്ടറോ കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ ദോശയ്ക്ക്. വളരെ കനം കുറഞ്ഞ നമ്മുടെ മസാല ദോശ പോലെ വളരെ കനം കുറഞ്ഞ ദോശയാണ്. ഇതിൻ്റെ കനം നമുക്ക് തീരെ കനം കുറഞ്ഞ ദോശ. ഇനി നമുക്ക് തട്ട് ദോശയായിട്ടാക്കണമെങ്കിൽ തട്ട് ദോശയായിട്ടാക്കാം. നല്ല ഹോളുകൾ വീണ നാട്ടിലെ തട്ടുകടയിലെ തട്ട് ദോശ. നമ്മുടെ പഴയ തനിമയിലേക്കുള്ള ഭക്ഷണങ്ങൾ എല്ലാവരും ശീലിക്കുക. സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇടയ്ക്കൊക്കെ ശ്രമിക്കുക. നമ്മുടേതായ ഭക്ഷണങ്ങളെ ആരും മറന്നു പോകാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ എല്ലാവരും ശരിയാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ പറയുക.